1 കപ്പ് പയറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയർ നല്ല വൃത്തിയായിട്ട് കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് വേവിക്കാൻ മാറ്റാം. കുക്കറിലേക്ക് പയർ വേവിക്കാൻ മാറ്റി കഴിഞ്ഞാൽ 1 കപ്പിന് 2.5 കപ്പ് എന്ന അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു പയർ കറിക്ക് അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പയർ നല്ല മയത്തിൽ വെന്ത് കിട്ടാനും വിസിലടിക്കുമ്പോൾ തിളച്ചു പുറത്തേക്ക് തൂവാതിരിക്കാനും 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ചേർക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് ഒരു 4 പച്ചമുളക് കൂടെ ചേർക്കാം. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുക്കർ ഒന്ന് മൂടിയതിനു ശേഷം അടുപ്പിലേക്ക് മാറ്റി ഒന്ന് വേവിച്ചെടുക്കാം. 6 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. പയറിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം എങ്ങനെയാണ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു 5 കൊച്ചുള്ളിയും എരിവിനാവശ്യമായ 3 പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുകിപ്പോൾ നല്ലതായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകിന്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകളും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു താളിപ്പ് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. ഉള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ വറവൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ടൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. 1 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞു പാകായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ചാറിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടതും. വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നല്ല പോലെ തിളച്ചൊന്ന്